ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാദു. എന്നാ ഒരു ചൂടാണല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു പപ്പായ ഷേക്ക് ഉണ്ടാക്കിയാലോ. ആ കാണുന്ന പപ്പായ ട്രീന്ന് ഞാനൊരു പപ്പായ പറിച്ചിട്ടുണ്ടായിരുന്നു, അതാണിത്. അപ്പോൾ നമുക്ക് ഇതും കൊണ്ടൊരു പപ്പായ ഷേക്ക് ഉണ്ടാക്കാം. ഞാൻ ഈ പപ്പായൻ്റെ ഔട്ടർ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിക്കാം. നമ്മുടെ വീടുകളിൽ സുലഭമായി കാണുന്ന പപ്പായ ഫ്രൂട്ട്സിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്കറിയാമോ? വിറ്റാമിൻ എയും സിയും കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ പപ്പായ ഫ്രൂട്ട്സ്. കട്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. വാവ്. രോഗപ്രതിരോധ ശേഷിയും കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സ്കിൻ നറിഷ് ചെയ്യാനും ഒരു പപ്പായ എടുത്ത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുക. പഴുത്ത പപ്പായാണ്, തൊടുമ്പത്തേന് അങ്ങ് കട്ടായി പോവാണ്. കണ്ടാ കഴിക്കാൻ തോന്നുവാണെങ്കിൽ എനിക്ക് വെറുതെ കഴിക്കുന്ന ഇഷ്ടമില്ല, ഒരു ഷേക്ക് അടിച്ച് കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. ഷേക്ക് എടുക്കുന്നതിന് വേണ്ടി കട്ട് ചെയ്ത പപ്പായ മിക്സിയിലെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ഇതിൽ കട്ടയായ പാല്, പഞ്ചസാര, പിന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പപ്പായ ഷേക്ക് റെഡിയാവും. പപ്പായ ഫ്രൂട്ട്സിൽ ഇനിയും ബെനിഫിറ്റ്സ് ഉണ്ട്. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്, കുറേ ഫൈബർ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. ഇംപ്രൂവ് അവർ ഡൈജഷൻ, കിൽ ഇൻഡസ്ട്രിയൽ വാംസ്, പിന്നെ നമ്മളുടെ ഇംപ്രൂവ് അവർ ഹാർട്ട് ഹെൽത്ത്, പ്രിവെൻറ്റ് ക്യാൻസർ. ഇനിയും കുറേ ബെനിഫിറ്റ്സ് ഈ പപ്പായ ഫ്രൂട്ട്സിനുണ്ട്. നമ്മുടെ പറമ്പുകളിൽ വെറുതെ പഴുത്ത് ചാടിപ്പോകുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പപ്പായ ഫ്രൂട്ട്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഒരു പപ്പായ ഷേക്കൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ നല്ല സുഖമല്ലേ, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഗ്ലാസ്സിനകത്ത് പപ്പായ ഷേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി ക്രഷ്ഡ് നട്ട്സ് ഇടുക. ഞാനിപ്പം എടുത്തിരിക്കുന്നത് ബദാമാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. കാണാൻ മാത്രമല്ല കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ. അപ്പം ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.